അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു പിസ്സയാണ് കേട്ടോ. അപ്പോൾ പിസ്സേൻ്റെ സോസും പിസ്സേൻ്റെ ചിക്കന് ഉണ്ടാക്കണതും പിന്നെ പിസ്സേൻ്റെ ഡോ തയ്യാറാക്കണതും എല്ലാം ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നമുക്ക് കൂടുതൽ ഓർഡർ വന്നാൽ പിസ്സ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കി മാനേജ് ചെയ്യാമെന്നൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ 3 പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ശരിക്കും 4 പിസ്സ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഞാനൊന്ന് വലിയ പിസ്സയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ 4 കപ്പ് മൈദ ഞാൻ 250 ml കപ്പാണ്. അതിന് നമ്മൾ ഏത് കപ്പാണ് എടുക്കുന്നത് അതിന് 4 കപ്പ് മൈദ, അങ്ങനെ നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. പിന്നെ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നത്. 3 ടീസ്പൂൺ ഈസ്റ്റും 1.5 ടീസ്പൂൺ സോൾട്ടും പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, 1.5 ടീസ്പൂണ് ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടീസ്പൂണ് ഈസ്റ്റും. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലും 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കട്ടെ. നമുക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. അതല്ല സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതി, വെളിച്ചെണ്ണ എടുക്കണ്ട. എന്നിട്ട് നമ്മൾ വെള്ളം പാകത്തിന് ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഞാൻ ഈസ്റ്റ് ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. പക്ഷേ പഞ്ചസാര വലിയ തരിയായിരുന്നു, അതിൻ്റെ അടുത്തൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഞാൻ അപ്പം ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. ഒരു 20 മിനിറ്റ് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചാൽ നന്നായിട്ട് കുഴഞ്ഞ് വരും കേട്ടോ. അങ്ങനെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒന്ന് മേലെ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ തൊട്ടിട്ട് 2 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയും ചെയ്യാം. കുറേ ടൈം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 12-13 തക്കാളി ഉണ്ട്. ഞാൻ ശരിക്കും എണ്ണിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിളച്ച വെള്ളത്തിൽ നല്ല വെള്ളം തിളച്ചിട്ട് അതിലേക്ക് ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചാൽ തക്കാളിൻ്റെ സ്കിന്നൊക്കെ എളുപ്പം പോന്ന് കിട്ടും കേട്ടോ, പെട്ടെന്ന്. എന്നിട്ട് നമുക്കതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാം. തക്കാളിൻ്റെ സ്കിന്ന് നമുക്ക് ഈ സോസ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് നല്ല പുളിയില്ലാത്ത തക്കാളി ആണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇത് രണ്ടും കൂടി മിക്സാണ് ഈ തക്കാളി. നീളമുള്ള തക്കാളിയും നമ്മളെ സാധാരണ ഉണ്ട തക്കാളി ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി മിക്സായിട്ടുള്ള തക്കാളിയാണ്. പുളിയില്ലാത്തതാണ് ഏറ്റവും നല്ലത് നമുക്ക് സോസ് ഉണ്ടാക്കാൻ. പിന്നെ 700 ഗ്രാം വലിയ ഉള്ളി കേട്ടോ, സവാള. അത് ഞാൻ ചെറുതായിട്ട് കുഞ്ഞേനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 തുടം വെളുത്തുള്ളി, അതും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇനി വേണമെങ്കിൽ നമുക്ക് 2 തുടക്കം ഇട്ട് കൊടുക്കാം, ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാൻ 1 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കിലോൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് സോസൊക്കെ നമുക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ 3 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഒരു കുഴപ്പം വരില്ല, ഫ്രീസറിൽ കേട്ടോ. അതിൻ്റെ ശേഷം നന്നായി സോട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഉള്ളി സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ സിമ്മിലും ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊക്കെയാണ് പെട്ടെന്ന് ആക്കിയെടുത്തത്. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഉള്ളി സോക്കായി വന്നിട്ടുണ്ട്. നല്ലോണം ഒരു ഇളം ബ്രൗൺ കളറായി വന്നതിൻ്റെ ശേഷം നമ്മൾ സ്കിന്ന് കളഞ്ഞ തക്കാളിനെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, അത് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് തള വന്നു. കാരണം ഒട്ടും വെള്ളം ചേർക്കാതെ പിന്നെ നന്നായിട്ട് ഉള്ളി ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നല്ല കളറാവണ്ട, ഒന്ന് നല്ലോണം വഴന്ന് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ തക്കാളി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അരച്ചത്. ഇനി നന്നായിട്ട് അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറുന്ന വരെ നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം സിമ്മിൽ വെച്ചിട്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരം അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. കയ്യുമ്മക്കൊക്കെ തിളക്കണത് നോക്കണം. അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ പാർസലും ഒറിഗാനോ ആണ് 2 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒറിഗാനോ പാർസലും പിന്നെ
2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1.5 തൊട്ടിട്ട് 2 ടീസ്പൂൺ വരെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ചിക്കനിലും പിസ്സൻ്റെ ഡോവിലൊക്കെ ഉപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എപ്പോഴും ഉപ്പ് മുന്നിട്ട് നിൽക്കണ്ട, കുറഞ്ഞ് നിന്നാൽ മതി. അങ്ങനെ ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും. ഇപ്പോൾ ആദ്യത്തിലേറൊക്കെ വെള്ളം ഒന്ന് വറ്റി വന്നല്ലോ. ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴന്ന് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കേണ്ടത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫാക്കി. നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, നമുക്ക് സോസിലേക്ക്. അങ്ങനെ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫാക്കി. അതിൻ്റെ ശേഷം ഞാൻ ഡൗ എടുത്തിട്ട് 250 ഗ്രാം വെച്ചിട്ട് 9 ഇഞ്ചിൻ്റെ പാത്രമാണിത് കേട്ടോ. അതിലേക്ക് 750 ഗ്രാം വെച്ചിട്ടും പിന്നെ ഒരു 12-13 ഇഞ്ചിൻ്റെ വലിയൊരു ട്രേ ആണ്, അതിലേക്ക് 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിൻ്റെ ശേഷം പൊടി ഇട്ടൊന്ന് തടവി കൊടുത്തു. കാരണം പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. അങ്ങനെ പിസ്സ ഞാൻ ഇന്ന് ഉണ്ടാക്കണില്ല കേട്ടോ. പിസ്സ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കുറേ ഓർഡറൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ തന്നെ നമുക്ക് ഡോ ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ഞാൻ നന്നായിട്ട് പരത്തിൻ്റെ ശേഷം ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്, പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. പരത്തിൻ്റെ ശേഷം നമുക്ക് അതിൻ്റെ അരികിലൊക്കെ ഒന്നിങ്ങനെ ചെറുതായി പൊക്കി വെച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് സോസ് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ളതാണല്ലോ. പിന്നെ ഇത് കുറച്ച് വലിയ ട്രേ ആണ് കേട്ടോ. ഇതിന് നമുക്കൊരു 800 രൂപ വരെ വാങ്ങിക്കാം, അത്രയും വലിയ ട്രേ ആണ്. പിസ്സക്കാണ് കേട്ടോ വാങ്ങിക്കാന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ഇതിന് 400 ഗ്രാമും പിന്നെ 250 ഗ്രാമും അങ്ങനെയാണ് ഈ ഡോ ഉണ്ടായിട്ടുള്ളത്. ഈ 4 കപ്പ് മൈദ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 4 പിസ്സ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അരികിങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പൊക്കി വെച്ച് കൊടുക്കണം, എന്നെങ്കിൽ നമുക്ക് സോസ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക, പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ 3 ട്രേയിൽ ഞാൻ പിസ്സനെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 200 ഡിഗ്രിയിൽ. ഇനി ഒരു 5 മിനിറ്റ് ജസ്റ്റ് 3 പരത്തിൻ്റെ ശേഷം ഒക്കെ ഒന്ന് മൂടി വെക്കണുണ്ട് കേട്ടോ. കാരണം എയർ കടന്നാൽ നമുക്ക് എന്താ പറയുക, ഡ്രൈ ആയി പോകും. 5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ചൂടാറിൻ്റെ ശേഷം നമുക്കിത് 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കും കേട്ടോ. ഒന്ന് ക്ലീൻ റാപ്പ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ഞാൻ ഓരോന്നും 5 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഈ പിസ്സ നമുക്കിതിൽ എങ്ങനെയാണ് ഇതിൽ എന്താ പറയുക, നമ്മൾ പിസ്സൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് പിസ്സ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. 3 ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, 5 മിനിറ്റ് വെച്ചിട്ട്. നമുക്കിനി പിസ്സ ഇനി അടുത്ത ടൈമിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ 5 മിനിറ്റ് കുറച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഞാൻ അതിലേക്കുള്ള ചിക്കൻ വേവിച്ചെടുക്കുകയാണ് നമുക്ക്. ഇത് ഞാൻ അന്നത്തെ ദിവസം തന്നെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 കിലോ ചിക്കൻ എല്ലില്ലാത്തതിന് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 3 ടേബിൾ സ്പൂണ് തൈര്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു 3/4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചിക്കനെ ഷാലോ ഫ്രൈ ചെയ്ത് 2 പാനിലായിട്ട് ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഒന്നിൽ കുറച്ചും പിന്നെ ഒന്നിൽ കുറച്ച് വലിയ പാനാണ്. അപ്പോൾ അതിൽ ബാക്കിയുള്ളത് മുഴുവൻ ഇട്ടിട്ട് പെട്ടെന്നായി കിട്ടും കേട്ടോ.
എന്താ പറയുക, നമ്മൾ ടിക്കൻ്റെ മസാലയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സ്മോക്കി ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ട് ചാർക്കോളൊക്കെ ഇട്ടിട്ടൊന്ന് സ്മോക്കി ഫ്ലേവറൊക്കെ വരുത്താം. ഞാനതൊന്നും ചെയ്തിട്ടില്ല, നമുക്ക് ഇഷ്ടമല്ലാത്ത കാരണം. അങ്ങനെ ഞാൻ 2 പാനിലാക്കിയിട്ട് ഫുള്ളും വേവിച്ചെടുത്തു. ഇനി നമുക്കിത് അന്നത്തെ ദിവസമല്ല ഞാൻ ഉണ്ടാക്കണത്, പിന്നെ പിറ്റത്തെ ദിവസമാണ് ഞാൻ പിസ്സ ഉണ്ടാക്കണത് കേട്ടോ. നമുക്ക് 2-3 ദിവസം ഞാൻ പറഞ്ഞല്ലോ ക്ലീൻ റാപ്പ് ചുറ്റിയിട്ട് ഇത് ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ മതി. ചില്ലറിൽ വെച്ചാൽ തന്നെ 2-3 ദിവസം ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് നേരത്തെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ജോലി എളുപ്പമാക്കി എടുക്കാം. ഇനി ഞാൻ പിസ്സ സോസ് നന്നായിട്ട് നിങ്ങൾ കണ്ടല്ലോ, കപ്പിലെടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തു. അതിൻ്റെ ശേഷം മൊസറല്ല ചീസാണ്, അത് നന്നായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്ത് അത് എന്താ പറയുക, ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ പിന്നെ ഞാൻ കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ വേവിച്ചെടുത്ത ചിക്കന്, അതും നമുക്ക് എത്ര വേണ്ടുമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. ഞാൻ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല കേട്ടോ, ഞാൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് പിന്നെ കണക്കൊന്നുമില്ല, എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 250 ഗ്രാമിൻ്റെ അടുത്ത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സവാള അങ്ങനെ സ്ലൈസാക്കി എടുത്തതാണ് കേട്ടോ, കനല്ലാണ്ട് സ്ലൈസാക്കി എടുത്തിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ക്യാപ്സിക്കം യെല്ലോ എടുത്തിട്ടുണ്ട്, ഗ്രീനും എടുത്തിട്ടുണ്ട്. 2 കളർ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കുഞ്ഞു കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടൊമാറ്റോ വേണമെങ്കിൽ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. നമുക്ക് കയ്യിൽ എന്തൊക്കെയാണ് വെജിറ്റബിൾ അതൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കൊക്കെ എന്തായാലും വേണം കേട്ടോ, അത് എല്ലാം വേണമെന്നൊന്നുമില്ല, ഗ്രീൻ ആയാലും മതി. അതിൻ്റെ ശേഷം ഇത് നമുക്ക് ഫസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുക്കണം ഒറിഗാനോ പാർസലും. ഞാനത് മറന്നുപോയി, പിന്നെ ഞാനിതൊക്കെ വെച്ചതിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം അപ്പോഴാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുക. ഇതിൻ്റെ മുകളിലിട്ടാലിത് എന്താ പറയുക, വെജിറ്റബിളിൻ്റെ കളറൊക്കെ കാണില്ലല്ലോ. അതിൻ്റെ ശേഷം ഞാൻ ചില്ലി ഫ്ലേക്സ് ഒന്നിങ്ങനെ എന്താ പറയുക, ഒന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. വല്ലാണ്ടല്ല, 1 ടീസ്പൂൺ മതി. പിന്നെ ഞാൻ കട്ട് ചെയ്ത ഒലിവാണ്, നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഒലിവ് കട്ട് ചെയ്തത്, സ്ലൈസ് ചെയ്തത് തന്നെ. അപ്പോൾ അതും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം വെച്ച് കൊടുക്കാം. കൂന് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് കൂനൊന്നുമില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഒന്നും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഓവന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മളിത് സെറ്റ് ചെയ്യണതിൻ്റെ പിസ്സൻ്റെ ഇത് സെറ്റ് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. വെച്ചതിൻ്റെ ശേഷം ഞാൻ ഒരു 20 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ, 200 ഡിഗ്രിയിൽ. അപ്പോൾ പിസ്സ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് പിസ്സ. പിന്നെ ഞാനിതൊരു ചിക്കൻ ടിക്ക പോള ഉണ്ടാക്കിയതാണ് കേട്ടോ. എഗ്ഗ് വെച്ചിട്ട് ആ ചിക്കൻ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തല്ലോ, അത് വെച്ചിട്ട് ഞാനൊരു പോള ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഷെയർ ചെയ്ത് തരാം. പിന്നെ അന്ന് തന്നെ ഒരു കേക്കും ഉണ്ടായിരുന്നു, എന്താ പറയുക, റാഫെല്ലോൻ്റെ എക്സോട്ടിക് കേക്ക് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.